Hello children, welcome to Kids Area Online. Exam എങ്ങനെ ഉണ്ടായിരുന്നു? EVS exam എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാലോ. ടീച്ചർ ആൻസർ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇത് ഉച്ചയ്ക്ക് ശേഷം നടന്ന EVS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LP UP സ്കൂളുകൾ മാത്രമുള്ളവർക്ക് രാവിലെ ആയിരുന്നു എക്സാം. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ആയിരുന്നു. ടീച്ചർ അത് പരിചയപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കുട്ടികൾക്കുള്ള, ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം. അവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ടീച്ചർ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിന് ട്യൂഷൻ ഉണ്ടാവും. പ്രീ KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. STD4 ആനുവൽ എക്സാം EVS ക്വസ്റ്റ്യൻ പേപ്പർ. ആക്ടിവിറ്റി 1 ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു. Given below are some pictures prepared by students related to first aid to be displayed in school പഠനോത്സവം. Look at the pictures and write the first aid to be given to each situation. കുട്ടികൾ പഠനോത്സവത്തിന് ഫസ്റ്റ് എയ്ഡിൻ്റെ ആ ഒരു ഭാഗം കാണിക്കാനായിട്ട്, പ്രദർശിപ്പിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പിക്ചേഴ്സാണ്. അപ്പോൾ ഇതിലെന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇതെന്താണ്, ഇതേത് സിറ്റുവേഷനാണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ, A ക്വസ്റ്റ്യൻ. B question, the children decided to keep a first aid kit in പഠനോത്സവം. Which items are to be included in a kit? ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? കോട്ടൺ, ബാൻഡേജ്, ഓർമ്മയില്ലേ? യെസ്, അത് എഴുതാനുള്ളതായിരുന്നു B ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2 ത്രൂ അവർ സ്റ്റേറ്റ്സ്. Given below is the identify card of state in India. Prepare an identity card of another state that you know. ഇവിടെ തമിഴ്നാടിൻ്റെ ഒരു ഐഡൻറ്റി കാർഡ് കൊടുത്തിരിക്കുവാണ്. ഈ കുട്ടി വെച്ചിരിക്കുവാണ് തമിഴ്നാട്. I am the southern most state of India. Tamil is the main language. Chennai is my capital. Kanchipuram, which is famous of silk, belongs to me. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തമിഴ്നാടിനെ കുറിച്ചിട്ട് ഈ ഒരു ഐഡൻറ്റി കാർഡിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ഐഡൻറ്റി കാർഡ് ഇതുപോലെ തയ്യാറാക്കുക. 4-5 സെൻറ്റൻസ് ഉൾപ്പെടുത്തി ഐഡൻറ്റി കാർഡ് തയ്യാറാക്കണം. സ്റ്റേറ്റിൻ്റെ പേര് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് മാർക്ക് against the correct statement related to national anthem. National anthem was written by
ബങ്കിം ചന്ദ്ര ചാറ്റർജി. ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. The time taken is to sing the national anthem is 52 seconds. ശരിയാണോ തെറ്റാണോ? ശരി. Stand respectfully while singing the national anthem. നാഷണൽ ആന്തം പാടുമ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കണം. ശരിയാണോ തെറ്റാണോ? അപ്പോൾ 3 സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. അതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് പലതുണ്ട്. ആദ്യം വിളംബരം ചെയ്യുന്നതുണ്ട് ആണല്ലോ, അടുത്ത് ചുരുൾ കൊണ്ട് കൊടുക്കുന്നതുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ടി വി ഉണ്ട്, അതുപോലെ മൊബൈൽ ഫോണുണ്ട്, പോയി പറയുന്ന അങ്ങനെയുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ പിക്ചർ നോക്കിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം ദൂതൻ, പെരുമ്പ്ര. അപ്പോൾ ഇവിടെ എന്താണ് വരിക? മോഡേൺ ആണോ? മോഡേൺ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? മോഡേൺ മീൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, അങ്ങനെ. ഓക്കെ, ഇതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് ദ പ്രോഗ്രസ് ഇൻ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബെനിഫിറ്റ് മാൻകൈൻഡ്? എത്രത്തോളം വളർന്നിട്ടുണ്ട് അതിനുള്ള പ്രയോജനങ്ങൾ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ് മെസ്സേജ് ട്രാൻസ്ഫർ. മെസ്സേജ് ട്രാൻസ്ഫറിൻ്റെ ഈ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. ഇവിടെ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്നത്, ഇത് വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ വരുന്നുണ്ടാവുക. നാലാമത്തേത് നോ യുവർ ലാൻഡ്. നമ്മുടെ നാടിനെ അറിയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇതിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തത് ഏതാണ്? പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ ബോക്സ് ഗിവൺ. അവിടെ നൽകിയിട്ടുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇത് സ്കൂളാണ്, ഇത് റേഷൻ ഷോപ്പാണ്, ഇത് മംഗലത്ത് ഹൗസാണ്. ഇതിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തത് ഏതാ? വീട്. വീട് എന്തല്ല? ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ബി ക്വസ്റ്റ്യൻ. വാച്ച് ദ ന്യൂസ് ഹെഡ്ലൈൻസ്. സ്പ്രെഡ് ഓഫ് എപ്പിഡമിക്സ്. Immunization facility will be available on the second Saturday of every month. The number of patients having fever increased. Treatment facilities need to be increased. ഇത് ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് ആണ്. വിച്ച് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡു വി ഡിപ്പെൻഡ് ഓൺ ദീസ് സിറ്റുവേഷൻസ്? ഈ സിറ്റുവേഷനിൽ ഏത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഏതാണ്? ഹോസ്പിറ്റൽ. What are the services available from the public institution that you have found? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർവീസ് എന്ത് ചെയ്യാം? എഴുതാം. വാട്ട് ആർ ദ സർവീസ് അവൈലബിൾ ഫ്രം ദ നമുക്ക് ഇഷ്ടമുള്ളതല്ല, ഇവിടെ കണ്ടെത്തിയ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 3 സർവീസ് എഴുതുക. ആ സർവീസ് നമ്മൾ എഴുതാനുള്ളതായിരുന്നു സി ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ആക്ടിവിറ്റി ഫീച്ചേഴ്സ് ഓഫ് എയർ. ലുക്ക് അറ്റ് ദ പിക്ചർ. Which feature of air have you identified from this experiment? ഈ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എയറിനെ കുറിച്ചുള്ള ഏത് ഫീച്ചറാണ് കണ്ടെത്തിയത്? ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് എനി വൺ ഫീച്ചർ ഓഫ് എയർ ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. എയറിനെ കുറിച്ച് നമ്മളൊരു കാര്യം കണ്ടെത്തുന്ന രീതിയിലൊരു എക്സ്പെരിമെൻറ്റ് തയ്യാറാക്കുക. മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കണ്ടെത്തി എഴുതുക. മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റും എഴുതുക. അതായിരുന്നു ബി ക്വസ്റ്റ്യൻ. Last question, towards freedom. The British should leave India. Remove the tax on salt. Reduce the additional tax imposed on farmers. Dandi March, Quit India movement. Pay fair wages for labor. The Kheda Satyagraha. Ahmedabad textiles mill strike. ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ സമരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലേ. The above picture shows some of the struggles and their demands done under the leadership of Gandhiji. ഗാന്ധിജിയുടെ കീഴിലുള്ള സ്ട്രൈക്സും സ്ട്രഗിൾസും ഒക്കെയാണ് നമ്മൾ കണ്ടത്. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ എബവ് ഇൻഫർമേഷൻ. സ്ട്രൈക്സ് ഓർ സ്ട്രഗിൾ മാത്രം ഇവിടെ എഴുതുക, ഡിമാൻഡ്സ് ഇവിടെ എഴുതുക, തിരിച്ചെഴുതുക, തരം തിരിച്ച് എഴുതുക. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. വിച്ച് protest was led by Kelappan singing the freedom struggle song വരിക വരിക സഹജരെ. വരിക വരിക സഹജരെ എന്ന ആ സോങ് പാടിയത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് ഇവിടെ എഴുതുക. ഓക്കെ. ഇതായിരുന്നു 4ാം ക്ലാസ്സിൽ ഉച്ചയ്ക്ക് ശേഷം എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന EVS ക്വസ്റ്റ്യൻ പേപ്പർ.
ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ-KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. പ്രീ-KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.